സുപ്രീം കോടതി വിധി വന്നു, ശരിയാണ്. ആ വിധി നടപ്പിലാക്കാനുള്ള കാര്യങ്ങൾ സർക്കാർ അന്വേഷിക്കും. ജനങ്ങൾക്കിടയിലോ അല്ലെങ്കിൽ വിശ്വാസികൾക്കിടയിലോ പ്രതിഷേധങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടാക്കാതെ യാക്കോബായ ഓർത്തഡോക്സ് തർക്കം പോലെ എല്ലാ വിഭാഗങ്ങളോട് ചർച്ച ചെയ്ത് സർക്കാർ അത് പരിഹരിക്കും. ഇത് രാഷ്ട്രീയമായി മുതലെടുപ്പ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ ആ വിഷയം അവസാനിക്കുമായിരുന്നു. പക്ഷെ അതിന് പകരം എന്ത് ചെയ്തു? സ്ത്രീകളുടെയും സെക്യുലറിസ്റ്റിൻ്റെയും ചാമ്പ്യൻ ആവാൻ ശ്രമിച്ചു. പിന്നെ അത് പാളിയെന്ന് കണ്ടപ്പോൾ വീണ്ടും അയ്യപ്പ സംഘമായിട്ട് രംഗത്ത് വന്നു. അങ്ങനെ ഇതെല്ലാം ചക്ക കുഴയുന്ന പോലെ കുഴഞ്ഞു. അപ്പോൾ എന്ത് കയ്യിൽ നിന്ന് പിടിഞ്ഞു നിൽക്കാതെ പോയി. അതാണ് ഈ കഴിഞ്ഞ ഇപ്പോൾ തെക്കൻ കേരളത്തിലൊക്കെ ഇപ്പോൾ കോട്ടയത്തും പത്തനംതിട്ടയിലും കൊല്ലം പോലുള്ള ഈ വലിയ ഹൈന്ദവ ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിലൊക്കെ പറ്റിയത് തന്നെയാണ്. തിരുവനന്തപുരത്ത് ആ വിഷയം BJPക്ക് അനുകൂലമാവുകയും ചെയ്തു. കാരണം വർഗീയത, ജാതി, മത, സമുദായം എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല, പെട്ടെന്ന് കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല. ചെറിയ ചെറിയ വിഷയങ്ങളോട് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അതിന് തിരിച്ചെടുക്കാത്ത എളുപ്പമല്ല. അപ്പോൾ അനാവശ്യമായ റിസ്ക് ആയിരുന്നു ശബരിമല വിഷയത്തിൽ ആദ്യം മുതലേ ഈ മുഖ്യമന്ത്രി എടുത്തുകൊണ്ടിരുന്നത്, CPM എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവർക്ക് വലിയ തിരിച്ചടി സമ്മാനിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിലെല്ലാം ഉപരി CPMൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് ജനങ്ങൾക്ക് ചില സംശയങ്ങൾ തോന്നി തുടങ്ങിയിരുന്നു. കാരണം വീണ്ടും ഭരണം പിടിക്കുക എന്നത് കവിഞ്ഞൊരു രാഷ്ട്രീയം CPMനില്ല. എല്ലാ കമ്മ്യൂണൽ ഫോഴ്സിനും നേടുന്ന വിഷയത്തിൽ CPMന് പണ്ടുണ്ടായിരുന്നു എന്ന് ജനങ്ങൾ കരുതിയ ആത്മാർത്ഥത അവർക്ക് ഇപ്പോഴില്ല എന്ന് മനസ്സിലായപ്പോൾ ന്യൂനപക്ഷ വിഭാഗങ്ങൾ, ഞാൻ അടിവരായിട്ട് പറയുന്നു, ന്യൂനപക്ഷ വിഭാഗങ്ങൾ ബ്ലോക്കായിട്ട് CPMനെ തിരിഞ്ഞു. അതാണ് കോൺഗ്രസിന് കിട്ടുന്ന വോട്ടിൻ്റെ ഈ പെർസെൻറ്റേജ് ഓഫ് ഡിഫറൻസ് കോഴിക്കോട് പോലെ സ്ഥലങ്ങളിൽ, കണ്ണൂർ പോലെ സ്ഥലങ്ങളിൽ, വയനാട്, മലപ്പുറം, അതുപോലെ കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലും കൂടെ പ്രതിഫലിക്കുന്നത് ഈ ന്യൂനപക്ഷ ക്രൈസ്തവ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വലിയ പിന്തുണ UDF തിരിച്ചുവരാൻ ആരംഭിച്ചു എന്നുള്ള സൂചന കൂടിയാണ് ഈ ഇലക്ഷൻ്റെ ഫലം നൽകുന്നത്.